അല്ല പുള്ളിക്കാരന് ഞാൻ സഞ്ജയനുമായിട്ട് ആദ്യം ഈ കണക്ഷൻ ഉണ്ടാവുന്നതിന് അതായത് ഞാൻ ആദ്യം ഈ കഥ പറയുന്ന സമയത്ത് ഞാൻ പണ്ടേ കഥകൾ പറയും, ചെറിയ ചെറിയ കഥകൾ ഉണ്ടാക്കിയൊക്കെ പറയാറുണ്ട്. അപ്പം പയ്യന്മാർക്കൊക്കെ ഞാൻ കഥ പറഞ്ഞു തുടങ്ങുമ്പോൾ അവന്മാർക്ക് ഇടാ തുടങ്ങിയ അങ്ങനത്തെ ഒരു പക്ഷെ ഞാൻ കഥ പറയുന്നത് അത്രത്തോളം ആസ്വദിച്ച് കേൾക്കുന്ന ഒരാള് സഞ്ജയനാണ്. ചിലപ്പോ അതാണ് നമ്മൾ തമ്മിലുള്ളൊരു ആദ്യം ഭയങ്കര ഒരു കണക്ഷൻ ഉണ്ടാവാൻ കാര്യം. അപ്പം ഞാൻ ആദ്യ സമയത്തൊക്കെ നമ്മൾ ഈ സഞ്ജയനെ വെച്ചിട്ടൊക്കെ നമ്മൾ ആദ്യം ചേട്ടാ എന്നാ ഈ ക്യാരക്ടർ ചേട്ടൻ ചെയ്യണം, നമുക്ക് ഈ പറയുന്ന നമുക്ക് ഇങ്ങനെ ഷോർട്ട് ഫിലിം ചെയ്യാം, ഇതാണ് പരിപാടി എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ക്യാരക്ടറിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് പുള്ളിക്കാരന്റെ കണ്ണ് ഭയങ്കരമായിട്ട് ഇങ്ങനെ എക്സൈറ്റഡ് ആയിട്ട് ഞാൻ പലപ്പോഴും ഇങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇതെന്താണ് പുള്ളി അഭിനയത്തിനെ പറ്റി പറയുമ്പോൾ പുള്ളിയുടെ കണ്ണ് അറിയും. അപ്പൊ എനിക്കത് ആദ്യം അറിയില്ല. പിന്നീട് ഈ പറഞ്ഞ കണക്ക് ഞാനും ഈ പറയുന്ന കണക്ക് ഡിറക്ഷൻ എന്നുള്ളൊരു സംഭവം എനിക്ക് അഭിനയമല്ല, എനിക്ക് സംവിധാനം ചെയ്യണം എന്നുള്ളൊരു തീരുമാനം ഞാൻ എടുത്തതിന് ശേഷം എനിക്കും കണ്ണ് നിറഞ്ഞു തുടങ്ങി. ഇപ്പൊ തന്നെ ചേട്ടൻ ചോദിച്ചപ്പോ ഇവിടെ ഇരുന്ന് വിറയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പോഴെനിക്കും മനസ്സിലായത് ഒരു നമ്മളെന്തായാലും ഒരു കാര്യത്തിന് വേണ്ടി ശ്രമിക്കാൻ അതിനൊരു എമോഷണൽ ഉണ്ടാവുമല്ലോ, ഭയങ്കരമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം ഉണ്ടാവും. ചേട്ടനത് ഉണ്ട് ഭയങ്കരമായിട്ട്. ഇതല്ല ഒരുപാട് കാര്യങ്ങളുണ്ട് കാര്യം അഭിനയിക്കാനൊക്കെ പുള്ളിക്കാരൻ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. എന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഈ കാര്യം. പുള്ളിക്കാരൻ കല്യാണം കഴിച്ചു ആക്ട്രസ് ആണ്. അപ്പം ഒരു സ്റ്റേജില് പുള്ളിക്കാരൻ അങ്ങനെ ഒരു മീൻസ് ആക്ടിങ്ങിന് പറ്റിയ ഒരു നല്ല വേഷമൊന്നും കിട്ടാതെ ഇങ്ങനെ വീട്ടിലിരുന്നൊരു സമയം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്തൊക്കെ എനിക്ക് രാത്രി മൊത്തം ഉറക്കമില്ലാതെ ഇരുന്നിട്ട് പകല് എങ്ങനെയെങ്കിലും കിടന്നുറങ്ങാൻ വേണ്ടി കണ്ണൊക്കെ ഇങ്ങനെ പൊത്തി ഇതൊക്കെ ഇട്ട് കെട്ടിയിട്ടൊക്കെ കിടന്നുറങ്ങിയിട്ടൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഈ പറഞ്ഞ ഒരു ഭയങ്കര തീയാണ്, ഒരു ആക്ടർ ആവണം എന്നുള്ളൊരു തീയ. ഇപ്പൊ പോലും ഇപ്പൊ സാന്ത്വനം എന്ന് പറഞ്ഞ സീരിയൽ കഴിഞ്ഞിട്ട് ശരിക്കും ഏഷ്യാനെറ്റിൽ അത്രയും നിന്ന് ആൾക്കാർ അത്രയും സ്വീകരിച്ചൊരു ക്യാരക്ടറാണ് ശിവനും ഈ പറഞ്ഞ അഞ്ജലി. ഇപ്പൊ ഇവരായിരുന്നാലും ഇപ്പൊ ഇത് സാന്ത്വനം കഴിഞ്ഞിട്ട് വീണ്ടും ഒരുപാട് ഓഫേഴ്സ് വന്നിട്ട് ഇതെല്ലാം വേണ്ട, സിനിമ ചെയ്യണം എന്നുള്ളൊരു രീതിയിൽ നിൽക്കുക. അപ്പൊ അത് ഭയങ്കര അത് ആ ഒരു തീയുള്ളതാണല്ലോ ഭയങ്കര. ഇത് ഒന്നാമത്തെ കാര്യം ആക്ടേഴ്സ് ഭയങ്കര നിസ്സഹായരാണ്. കാരണം ഇത് വന്നാൽ മാത്രമല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ മൾട്ടി ടാലന്റഡ് ആയിരിക്കണം. ശ്രീ പൃഥ്വിരാജിനെയൊക്കെ പോലെ എഴുതാനും ഡയറക്ട് ചെയ്യാനും അത്രയും കുറെ കഴിവുകളും പിന്നെ അത്രയും കുറെ കോണ്ടാക്ട്സും വേണം. ഈ സിനിമ പ്രൊജക്ട് അങ്ങനെ എളുപ്പത്തിൽ സംഭവിക്കില്ലല്ലോ. ഈ അങ്ങനെ ഇത് പിന്നെ വേറൊരു കാര്യം, നമ്മുടെ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്ന കാര്യമുണ്ട്. നമ്മുടെ പ്രായം, മാറുന്ന ട്രെൻഡ്, സിനിമയുടെ സ്വഭാവം മാറും, പിന്നെ കൂടെയുള്ള ആള് സക്സസ്ഫുൾ ആകുമ്പോൾ അതിന്റെ കാര്യങ്ങളുണ്ടാവും. ഇതൊക്കെ എങ്ങനെ മാനേജ് ചെയ്തിരുന്നത്? മാനേജ് ഇപ്പോഴും എങ്ങനെയൊക്കെയോ പോവാണ്. എന്താ പറയാ, മെന്റൽ ഹെൽത്ത് ഒന്നും അത്ര ഓക്കെ ഒന്നും അല്ല. കാണുമ്പോ ഓക്കെ ഇന്നലെ വിളിച്ച് കരഞ്ഞു. ഇന്നലെ പുള്ളി എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ അച്ഛട്ടോ എവിടാന്ന് ഇങ്ങനെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ചേട്ടാ ഞാൻ വീട്ടിൽ നിന്ന് എന്താണ് എല്ലടാ എനിക്ക് എന്തോ പെട്ടെന്ന് ഇങ്ങനെ പോയി കയ്യുന്നു. അതാ ഞാൻ വിളിച്ചത്, വീഡിയോ കോൾ വരുവാന്ന് പറ്റും. വീഡിയോ കോൾ വന്നപ്പോഴത്തേക്കും പുള്ളി കരഞ്ഞോണ്ടിരിക്കുക. ഭയങ്കര ഫീൽ ഒരു മീൻസ് അത് കാണുമ്പോൾ നമുക്കും വിഷമമാണ്. കാര്യം ഒരു സ്ട്രഗ്ലിംഗ് ആണല്ലോ, എല്ലാ രീതിയിലും പറഞ്ഞ ഒരു സ്ട്രഗ്ലിംഗ് ആണ്. ഞാൻ പറയുന്നത് വെച്ചാല് എനിക്ക് പറയുന്നത് വെച്ചാൽ നമ്മള് കറക്റ്റ് ട്രാക്കാന്നുള്ള രീതിയിൽ. അതെ ഇത് ഞാൻ ഓണസ്റ്റ്ലി സ്പീക്കിംഗ്, കാരണം ഈ സീരിയൽ ഏതെങ്കിലും ഒരു കപ്പിളൊക്കെ ഹിറ്റ് ആവുന്ന സമയത്ത് സീരിയൽ ഉണ്ടാക്കുന്നത് ഞാൻ ഈ തമിഴിലൊക്കെ കണ്ടിട്ടുണ്ട്, തമിഴ് സീരിയലുകളൊക്കെ. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അതൊന്നും അത്ര കണ്ടന്റ് ഒന്നും ഉണ്ടാവില്ല അതിനകത്ത്. ഞാനും അതുകൊണ്ട് എനിക്ക് ഇതിനത്ര പ്രതീക്ഷ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇതിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത കുറെ കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. അതാ ഞാൻ ശരിക്കും നിങ്ങൾ പ്രിവ്യൂ പോലെ കാണിച്ചപ്പോൾ ഞാൻ ചിരിച്ചത് അത് ഒറിജിനലായിട്ട് ചിരിച്ചത്. എനിക്ക് ആ പേര് ഭയങ്കര ഐ മീൻ ആ ഒരു ജെന്യുവൻ എഫേർട്ട് കണ്ടിന്യൂ ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ്. ഈ ഗോപിക്ക് സിനിമ എൻട്രി അതൊക്കെ കുറച്ചുകൂടി എളുപ്പത്തിൽ സാധ്യമായിരുന്നു തോന്നിട്ടുണ്ടോ? സത്യം സുമതികുളവിന്റെ കാര്യം ഞാൻ ചോദിക്കുന്നത്. അല്ല, ആക്ച്വലി അതിൽ എനിക്ക് എങ്ങനെ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ റൈറ്റർ ഉണ്ട് അഭിലാഷ് ചേട്ടൻ. ചേട്ടൻ എപ്പോഴും വീട്ടിൽ പോകുമ്പം ചേട്ടന്റെ അമ്മ ഇരുന്നിട്ട് സാന്ത്വനം കാണാറുണ്ട്. അപ്പൊ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അമ്മ പറയും അടുത്ത സിനിമയിൽ ഇവിടെ എടുക്കണം എന്ന് അങ്ങനെ പറയണ്ട. അമ്മ പറഞ്ഞത് കാരണം കിട്ടി. പിന്നെ GP ചേട്ടൻ ഉള്ളത് കൊണ്ട് ലൈക്ക് അഭിലാഷ് ചേട്ടനെ മീറ്റ് ചെയ്യാൻ പറ്റി. സത്യം പറഞ്ഞ ദൈവാനുഗ്രഹമാണ്. കാരണം നമുക്കങ്ങനെ ഒരു ഓഡിഷനോ സ്ക്രീൻ ടെസ്റ്റോ ഒന്നും തന്നെ ഇല്ലാതെ ഡയറക്റ്റ്ലി നമ്മൾ അത്രയും വലിയൊരു ക്രൂ അല്ലെങ്കിൽ ഒരു ടീം നമ്മളെ സെലക്ട് ചെയ്യാന്ന് പറയുന്ന വലിയൊരു, പിന്നെ എനിക്ക് വലിയ റെസ്പോൺസിബിലിറ്റിയാണ്, അതിന്റെ ടെൻഷൻസും ഉണ്ട്. അഞ്ജലിക്ക് ഇവിടെ മാത്രമല്ല പിടി. അഞ്ജലിക്ക് ഇവിടെ മാത്രമല്ല പിടി, എനിക്ക് ഇവിടെ മാത്രമല്ല ഡൽഹിയിലുണ്ട് പിടി എന്നൊക്കെ പറയില്ല. അതുപോലെ അല്ല ഇത്രയും ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നില്ലേ, അമ്മ പുള്ളിക്കാരി മാത്രമല്ല ഞാൻ ഞാൻ ഈ അടുത്ത് ഒരു സീനിയർ ആയിട്ടുള്ള സീരിയലിലും സിനിമയിലും ഒരേപോലെ അഭിനയിച്ചിട്ടുള്ള ഒരു ആക്ടറിനോട് സംസാരിച്ചിട്ട് ഇരിക്കായിരുന്നു. ഒരു ലേഡി പെർഫോമറാണ്. അപ്പൊ അവന്
പറഞ്ഞത് ഈ സീരിയലിൽ നിന്ന് സിനിമയിലേക്കുള്ള ട്രാൻസിഷൻ ഉണ്ടല്ലോ, അത് ഒരു വട്ടം നമുക്കത് കിട്ടിയാൽ തന്നെയും പിന്നെയും തിരിച്ച് നമ്മൾ സീരിയലിൽ നിന്നുള്ള സീരിയലിലുള്ള ആക്ടർ സിനിമയിൽ അഭിനയിക്കുന്നു എന്നുള്ള ലേബലേ ഉണ്ടാവുള്ളൂ എന്നാ അവരെന്നോട് വളരെ സങ്കടത്തിലാണ് എന്നോടത് പറഞ്ഞത്. അപ്പൊ അവിടെയാണ് ഒരു ഓഡീഷനും ഇല്ലാതെ ഗോപിക എടുക്കുന്നതെന്ന് പറയുന്നത് വലിയൊരു ദൈവാനുഗ്രഹമാണ്. GP എന്നുള്ള ഇതുണ്ടല്ലോ, കമ്പാനിയൻ ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ ആക്ടിങ് ഈ പറഞ്ഞ പോലെ ഓൺ ഓഫ് ആയിട്ടാണല്ലോ, സിനിമകളല്ല അദ്ദേഹം ചെയ്യുന്നത്, അദ്ദേഹത്തിന്റെ ഷോസും അദ്ദേഹത്തിന്റെ ബാക്കിയുള്ള സോഷ്യൽ മീഡിയ പ്രസൻസ് ഒക്കെയാണ് വർക്ക് ആവുന്നത്. ഇങ്ങനെ ഒരു സിനിമ കിട്ടിയ സമയത്ത് അദ്ദേഹം എന്താ പറഞ്ഞിട്ടുള്ളത്? ചേട്ടൻ തന്നെയാണ് അതിനുള്ള എഫേർട്ടും, ലൈക്ക് ചേട്ടനാണ് ഏറ്റവും എന്നെക്കാളും കൂടുതൽ ഹാപ്പി, അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യുക ചേട്ടൻ. ഇപ്പോൾ ഈവൻ ഞങ്ങളുടെ ഷോർട്ട് ഫിലിം ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും എപ്പോഴാ റിലീസ്, അച്ചു എന്തായി, അവനോട് കാണാൻ പറ, അങ്ങനെ എല്ലാം ഭയങ്കര എക്സ്ട്രീമാണ് ഇമോഷൻസ്. അപ്പം നമ്മളെക്കാളും എക്സൈറ്റ്മെന്റ് കൂടുതൽ ചേട്ടൻ. എൻ്റെ അടുത്ത് സിനിമ തുടങ്ങാനായിട്ടോ പ്രിപ്പയർ ചെയ്യണേ, അത് ചെയ്യണേ, ഇത് ചെയ്യണേ പറഞ്ഞ് ഭയങ്കര സപ്പോർട്ടാണ്. ഈ ജിബിചേട്ടൻ്റെ ആദ്യത്തെ സിനിമ കണ്ടിട്ടുണ്ടോ? അത് മറ്റേ സ്റ്റേറ്റ് അവാർഡ് ഞാൻ ചോദിച്ചിട്ടുണ്ട് അത് ഏതെങ്കിലും OTT ഉണ്ടോ, എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. അപ്പം എവിടെയോ ഹാർഡ് ഡിസ്കിൽ ഇരിക്കുന്നുണ്ട് പറഞ്ഞു, പക്ഷെ ഇതുവരെ എനിക്ക് എടുത്തു തന്നിട്ടില്ല, അത് കാരണം കാണാൻ പറ്റിയിട്ടില്ല. അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് അതില് ആ സിനിമയിലെ ബാക്കി എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിനും അവാർഡ് ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന് മാത്രമാണ് അവാർഡ് ഉണ്ടായിരുന്നത്. അതിന്റെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യം GPക്ക് അവാർഡ് കിട്ടാത്ത സമയത്ത് അവാർഡ് കിട്ടിയത് മോഹൻലാലിലാണ്, തന്മാത്ര എന്നുള്ള സിനിമയ്ക്ക്. ഞാൻ ആ സിനിമ കുറച്ച് ദൂരദർശനിൽ കണ്ടിട്ടുണ്ട്. അത് അവാർഡ് കിട്ടുന്ന സിനിമകൾ ദൂരദർശനിൽ കാണിക്കാറുണ്ട്. ഭയങ്കര രസമായിട്ടുള്ള പെർഫോമൻസ് പുള്ളിയുടെ. ഭയങ്കര അണ്ടർ യൂട്ടിലൈസ്ഡ് ഒരു ആക്ടറാണ് GP. ഒന്ന് വീട്ടിൽ പോകുമ്പോൾ പറയാം. അതെ, എല്ലാരും ആ ഒരു സ്ട്രഗ്ലിംഗ് ഫേസിൽ തന്നെയാണ്. ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഭയങ്കര റെലവെന്റ് ആയിട്ട് ഇരിക്കുന്നു എന്ന് വെച്ചിട്ട് നമുക്ക് ഭയങ്കര ഓഫേഴ്സും അതും ഇതും, എല്ലാവരും അങ്ങോട്ട് പോയി സ്ട്രഗിൾ ചെയ്തിട്ട് തന്നെയാണ് വർക്ക്സ് നമുക്ക് വരുന്നത്. അതിപ്പം ചേട്ടനാണെങ്കിലും മച്ചുവിനാണെങ്കിലും എല്ലാവർക്കും അത് നല്ലൊരു സമയം നമുക്ക് എല്ലാവർക്കും വരും എന്നുള്ള ഒരു. നിങ്ങളിപ്പോഴും കപ്പിളാണെന്ന് വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ശിവാഞ്ജലി ശരിക്കും കപ്പിളാണെന്ന് വിശ്വസിക്കുന്ന വേറെ തന്നെ പാരലൽ വേൾഡിലുള്ള ആരെങ്കിലും ഉണ്ടോ? ഇല്ല. കാണുമ്പോ ചോദിക്കുന്നല്ലേ എവിടെയെന്ന് ചോദിക്കും. ശിവേട്ടൻ എവിടെയെന്ന് ചോദിക്കും, ചേട്ടനെ കാണുമ്പോൾ ഞാൻ അഞ്ജലി എവിടെയെന്ന് ചോദിക്കും. അങ്ങനെ കാരണം ഇപ്പൊ സോഷ്യൽ മീഡിയ എല്ലാം ഉള്ളത് കൊണ്ട്, പിന്നെ ഷഫ്ന ചേച്ചിയും ആർട്ടിസ്റ്റ് ആണല്ലോ. ചേച്ചി ഇപ്പം ആർട്ടിസ്റ്റ് അല്ല, ഇപ്പൊ ചേട്ടൻ കല്യാണം കഴിഞ്ഞ ഒരു ആർട്ടിസ്റ്റിനെ അല്ലായിരുന്നെങ്കിൽ ചിലപ്പം അത്രയ്ക്കും അറിയില്ലായിരുന്നു. ചേച്ചി ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് പിന്നെ ഇൻസ്റ്റഗ്രാം യൂട്യൂബിൽ വഴിയൊക്കെ എല്ലാവരും അറിയുമല്ലോ. ഈ ശിവാഞ്ജലി എന്നുള്ള ടേമില്ലേ, ഇത് ഭയങ്കരമായിട്ട് ഹിറ്റ് ആയതിനു ശേഷം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പോർഷൻസ് കുറച്ചുകൂടി നീട്ടിയിട്ടുണ്ടോ ശരിക്കുള്ള സീരിയലില്? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാല് അത് നമുക്ക് സത്യമായിട്ട് അറിയില്ല. തമിഴിലും നമ്മുടെ സീരിയലിന്റെ ഫസ്റ്റ് തമിഴിലാണല്ലോ, അവിടെയും ആ പേര് ഹിറ്റാണ്, കതിർ മുല്ല എന്ന് പറഞ്ഞിട്ട് അവിടെയും ഹിറ്റാണ്. പക്ഷെ നമ്മൾ രണ്ടുപേരും കൂടെ കല്യാണത്തിന്റെ മുന്നേ എന്ന് പറഞ്ഞിട്ടുള്ള സീൻസ് ആകെ ഒരു 6-7 സീൻസേ ചെയ്തിട്ടുള്ളൂ. പക്ഷെ അപ്പൊ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും അങ്ങനെ ഇപ്പൊ അവിടെ ഹിറ്റ് ആയതുകൊണ്ട് ഇവിടെ ഹിറ്റ് ആവണമെന്നൊന്നും ഇല്ലല്ലോ, നമ്മൾ അങ്ങനെ ആലോചിച്ചിട്ടേ ഇല്ല.